എന്റെ അഭിവന്യനായ ശൈഖുന മഹാനായ ആലിക്കുട്ടി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു ബിൽആഫിയ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തൊരു സമയം ഞാൻ ഓർത്തു പോവുകയാണ്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ശൈഖുന മഹാനായ ആലിക്കുട്ടി ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഓരോ സ്ഥലത്തും സ്വീകരണം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ കടന്നു വന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്വലാത്ത് മജ്ലിസിലേക്ക്, ഗ്രേസ് വാലിയിലേക്ക്. 2016 സംഭവം, ഞാൻ സാക്ഷിയാണ്. അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ട്. അവിടെ നിന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്വലാത്തിന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഗ്രേസ് വാലിയിൽ. അവിടെയാണ് ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് കടന്നു വരുന്നത്. അവിടുന്ന് ആ പതിവ് ശൈലിയിൽ നല്ല പ്രസംഗം തുടങ്ങി, ഒഴുക്കുള്ള പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം പറഞ്ഞ് അവസാനം ഷെയ്ഖുൽ ജാമിയ കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, എന്ത് പറഞ്ഞിട്ടാ കരഞ്ഞെന്നറിയോ? ഞാൻ ജാമിയയുടെ പ്രിൻസിപ്പൾ ആയിട്ടുണ്ട്, ഒരുപാട് മഹല്ലത്തിന്റെ ഖാദിയായിട്ടുണ്ട്, സംയുക്ത ഖാദിയായിട്ടുണ്ട്, ഒരുപാട് സ്ഥാനങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ വഹിച്ചിട്ടുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് പറയാൻ, പക്ഷേ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്, അതായത് ശൈഖുന ശംസുൽ ഉലമ ഇരുന്ന സ്ഥാനമാണ്, സൈനുൽ ഉലമ ഇരുന്ന സ്ഥാനമാണ് എന്നെ ഏൽപ്പിച്ചത് എന്നും പറഞ്ഞ് ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ സാക്ഷിയാക്കി ആ ഗ്രേസ് വാലിയിൽ വെച്ച് കരഞ്ഞു പോയത് വല്ലാഹി വല്ലാഹ് ഞാൻ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ കണ്ടതാണ്. അതുകൊണ്ടായിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വവും അതിന്റെ വുമാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മാതൃകയാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ